അന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രധാനപ്പെട്ട ആൾ ആയിരുന്നത് ജേക്കബ് എന്നു പേരുള്ള, ഞങ്ങളുടെ വീട്ടുപേര് മൂഞ്ഞപ്പിള്ളി എന്നാണ്, ജേക്കബ് മൂഞ്ഞപ്പിള്ളി അല്ലെങ്കിൽ MS ജേക്കബ് എന്നും അറിയപ്പെടും. അദ്ദേഹം ഈ MES മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി ഒരു നിലവാരമുള്ള ജീവിതം ആയിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പം അദ്ദേഹത്തെ ഞങ്ങൾ വളരെ ആരാധനയോടെ നോക്കിയിരുന്നത്. മലയാളത്തിൽ മലയാളികൾ ആയവർ ചേർന്ന് നിർമ്മിച്ച ആദ്യത്തെ സിനിമ, ആ സിനിമയുടെ പേര് നിർമ്മല എന്നാണ്. നിർമ്മല എന്ന ആ സിനിമയുടെ കഥ എഴുതിയത് ഞാൻ ഈ പറഞ്ഞ ജേക്കബ് അങ്കിളായിരുന്നു, ജേക്കബ് മൂഞ്ഞപ്പിള്ളി. അപ്പോൾ അത് വലിയൊരു സംഭവമായി ഞങ്ങളൊക്കെ ഒന്ന് കരുതിയിരുന്ന, ഒരു സിനിമയ്ക്ക് കഥ എഴുതുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഇക്കാലത്തും അതിനൊരു ഗ്ലാമർ ഒക്കെ ഉണ്ട്. അക്കാലത്ത് വളരെ വളരെ കൂടുതലായിരുന്നു ആ ഗ്ലാമർ. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഈ സിനിമയുമായി, എൻ്റെ പിതാവ് തിയേറ്ററിൽ ജോലിയാണെന്ന് പറഞ്ഞു, പിതാവിൻ്റെ സഹോദരൻ സിനിമയ്ക്ക് കഥ എഴുതിയിരിക്കുന്നു. ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജെറി അമൽദേവ് സംഗീത സംവിധായകനായിരിക്കുന്നു. ജെറി അമൽദേവിൻ്റെ കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായൊരു ബന്ധം എന്ന് പറഞ്ഞാൽ, അദ്ദേഹമാണ് എന്നെ കൈക്ക് പിടിച്ച് റോഡ് മുറിച്ച് കടത്തി സ്കൂളിൽ എത്തിച്ചിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുറേ കാലം സ്കൂളിൽ പോയിരുന്നത്. അദ്ദേഹത്തിന് എൻ്റെ അമ്മയുമായുള്ള ഒരു വൈകാരികമായ അടുപ്പവും ബന്ധവുമുണ്ട്. കാരണം എൻ്റെ അമ്മ എറണാകുളത്തേക്ക് വരുമ്പോൾ അന്ന് മാവേലിക്കരയിൽ അമ്മച്ചി ഉപയോഗിച്ചിരുന്ന ഒരു ഹാർമോണിയം ഉണ്ടായിരുന്നു, ചെറിയ ഹാർമോണിയം. ആ ഹാർമോണിയവും കൂടെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അമ്മച്ചി അങ്ങനെ ഹാർമോണിയം വായിക്കുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളെ ആരും ഹാർമോണിയം വായിക്കാൻ പഠിപ്പിച്ചിട്ടുമില്ല. ആ ഹാർമോണിയത്തിൽ ആദ്യമായി വിരൽ സ്പർശിച്ച വ്യക്തി എൻ്റെ ഓർമ്മയിൽ, അറിവിലും, അത് ജെറി അമൽദേവാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് ജെറി അമൽദേവ് എന്നൊന്നും ആയിരുന്നില്ല, ജെറി എന്ന് മാത്രമായിരുന്നു. അമൽദേവ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട പേരാണ്. പിന്നീട് എല്ലാവരും അവരവരുടേതായ വഴിക്ക് പോയി. ഇൻഡിപെൻഡൻ്റായുള്ള ജീവിതങ്ങൾ എല്ലാവരും ആരംഭിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാർമൽ നാടകവൃത്തിയിലേക്ക് തിരിയാതെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയി, നല്ല നിലയിലായി. അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചു. ജെറി വാസ്തവത്തിൽ വൈദികനാകാൻ താല്പര്യപ്പെട്ട ആളാണ്, അതിനുവേണ്ടി പോയ ആളാണ്. ആ വഴിക്ക് നീങ്ങാതെ അത് അവസാനിപ്പിച്ച് അദ്ദേഹം സിനിമയിലേക്ക് വന്നു. ഹിന്ദി സിനിമയുമായി ബന്ധപ്പെട്ടു. നൗഷാദ് തുടങ്ങിയവരുടെയൊക്കെ കൂട്ടത്തിൽ എങ്ങനെയോ പെട്ടു. പിന്നീട് അമേരിക്കയിൽ പോയി. തിരിച്ചു വന്ന് ആണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആ സിനിമയ്ക്ക് സംഗീതം നൽകുന്നത്. ജെറി അമൽദേവിൻ്റെ, അല്ലെങ്കിൽ അക്കാലത്തെ ജെറിയുടെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവിൻ്റെ സഹോദരി, അവർ നല്ല സാമർഥ്യമുള്ള, നന്നായി സംസാരിക്കുന്ന, ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ടെലിവിഷൻ്റെയൊക്കെ ഒരു ഭാഷ്യത്തിൽ സംസാരിക്കുന്ന ആളായിരുന്നു. അക്ഷരശുദ്ധിയോടെ സംസാരിക്കും എന്നർത്ഥം. മട്ടാഞ്ചേരി മുനിസിപ്പാലിറ്റി ആയപ്പോൾ ആ മുനിസിപ്പാലിറ്റിയുടെ ആദ്യത്തെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ആ അമ്മയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റി ആയിരുന്നു. ജെറിയുടെ പിതാവ് എൻ്റെ അങ്കിൾ മാത്രമല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് ഈ തലതൊടുക എന്നൊരു ഏർപ്പാടുണ്ട് മാമോദീസയ്ക്ക്. അങ്ങനെ എൻ്റെ തലതൊട്ടപ്പൻ ആയിരുന്നു ജെറിയുടെ പിതാവ് ഔസോ വൈദ്യർ. അദ്ദേഹം നല്ല വൈദ്യരായിരുന്നു. അദ്ദേഹം ജീവിതത്തെ ഇങ്ങനെ എൻജോയ് ചെയ്ത ആളായിരുന്നു. അദ്ദേഹം രോഗികളെ കാണും, മരുന്ന് കൊടുക്കും, പണം വാങ്ങില്ല. രോഗികൾക്ക് വല്ല അവശതയുണ്ടെങ്കിൽ തിരിച്ചു പോകുന്നതിന് വേണ്ടി പണം അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ രോഗികൾക്ക് മരുന്ന് മാത്രമല്ല, തിരിച്ച് വീട്ടിലെത്താൻ പണവും നൽകുന്ന സ്വഭാവക്കാരനായിരുന്നു ഈ ജെറിയുടെ പിതാവ് ഔസോ വൈദ്യർ. എൻ്റെ തലതൊട്ടപ്പൻ ഔസോ വൈദ്യർ എന്ന് പറഞ്ഞിട്ടുള്ളത് സംഗീത സംവിധായകനും അവരുടെ അയൽക്കാരനുമായിരുന്ന
അർജുനൻ മാസ്റ്റർ തന്നെയാണ്. ഞാൻ അർജുനൻ മാസ്റ്ററെ കുറിച്ച് ഇപ്പോൾ പരാമർശിക്കേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഇവരുടെ വീടിൻ്റെ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിയിൽ അതിന് അപ്പുറത്തായിട്ട് യേശുദാസിൻ്റെ വീട്. യേശുദാസും ജെറിയുമൊക്കെ ചെറുപ്പത്തിലെ അറിയുന്നവരും അയൽക്കാരും നല്ല പരിചയക്കാരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോരുത്തർക്ക് എവിടെയാണോ ആർക്കാണോ എന്ത് കഴിവാണോ ഉള്ളത് ആ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് പരിപോഷിപ്പിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ലാത്ത അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് എഴുതണം എന്നുള്ള താല്പര്യമാണ് വന്നത്. സെയിൻറ്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിൽ അവിടെയാണ് ഞാൻ 1 മുതൽ 10 വരെ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ വളരെ നേരത്തെ ഞാൻ അക്ഷരം എഴുതാൻ പഠിച്ചയാളാണ്. മാവേലിക്കരയിൽ ഈ എഴുത്തിനിരുത്തുന്ന സമയത്ത് ഒരു അധ്യാപകൻ, അവിടുത്തെ ഒരു മാഷ്, ആ മാഷ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വലിയൊരു മുറത്തിൽ അരി ഒക്കെ ശരിയാക്കി എന്നെ എഴുത്തിനിരുത്തുന്നതിന് എല്ലാവരും ചേർന്ന്, എൻ്റെ അമ്മച്ചിയും വല്യമ്മച്ചിയും എല്ലാവരും ചേർന്ന് ആഘോഷമായി അത് നടത്താൻ വന്നപ്പോൾ ഞാൻ ആ അക്ഷരം എഴുതുന്നതിന് പകരം ആ അരി തട്ടിത്തെറിപ്പിച്ച് എഴുന്നേറ്റ് ഓടിപ്പോയി എന്നൊരു സംഭവം ഉണ്ടായി. എൻ്റെ അമ്മച്ചിയെ സംബന്ധിച്ചത് വലിയ ഒരു ഷോക്കായിരുന്നു. ഞാൻ ഒന്നും പഠിക്കില്ല, അക്ഷരം പഠിക്കില്ല എന്നൊക്കെയാണ് അതിന് സൂചനയായിട്ടാണ് ആ സംഭവത്തെ അമ്മച്ചി കണ്ടത്. അന്ന് സ്കൂളിൽ ചേരുന്നതിനുള്ള 1-ാം ക്ലാസ്സിൽ ചേരുന്നതിനുള്ള പ്രായം 5 വയസ്സാണ്. 4 വയസ്സായപ്പോൾ എന്നെ 1 വയസ്സ് കൂട്ടി വെച്ച് 5 വയസ്സായി എന്ന് കാണിച്ച് സ്കൂളിൽ ചേർത്തു. ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അത് വലിയ പ്രശ്നമാക്കി മാറ്റാം. കാരണം സ്കൂൾ രേഖയനുസരിച്ച് ഞാൻ ജനിക്കുന്നത് എൻ്റെ മാതാപിതാക്കളുടെ വിവാഹത്തിന് 13 ദിവസം മുമ്പാണ്. ഒരു വിശദീകരണം ചോദിച്ചാൽ നമുക്ക് വിശദീകരണം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഞാൻ നേരത്തെ പഠിച്ചു തുടങ്ങി. അപ്പോൾ ഏത് ക്ലാസ്സിലെത്തിയാലും ഞാനായിരിക്കും ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. പക്ഷെ അത് 8-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ആ ആനുകൂല്യം ഇല്ലാതായി. 2 കൊല്ലം കൂടി പഠിച്ചാൽ 10-ാം ക്ലാസ് പൂർത്തിയാകണമല്ലോ. പക്ഷെ അതിന് പകരം ഈ സ്കൂൾ വിദ്യാഭ്യാസം 10 എന്നത് 11 ഉയർത്തി. 8-ാം ക്ലാസ് പാസ്സായ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്ത് 8-ാം ക്ലാസ്സിൽ തന്നെ ഇരുത്തി. പിന്നെ 9, 10 കൂടി പഠിച്ച് SSLC പൂർത്തിയാക്കി. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ കാലത്തെ 1 വർഷം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അത് പോയി, നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഞാൻ 1-ാം ക്ലാസ്സിൽ 1 കൊല്ലം നേരത്തെ ചേർന്നത് കൊണ്ട് ഈ 1 കൊല്ലത്തെ നഷ്ടം പോട്ടെ എന്ന് വെച്ചു. അന്നൊരിക്കൽ 7-ാം ക്ലാസ്സിലോ മറ്റുമാണെന്ന് തോന്നുന്നു, എൻ്റെ അമ്മച്ചിയുടെ സഹോദരൻ, അദ്ദേഹം അന്ന് ഭിലായിലോ റൂർക്കലയിലോ മറ്റു ജോലിയായിരുന്നു. നാട്ടിലേക്ക് വരുമ്പോൾ എറണാകുളത്തെ ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങി. എന്നോടൊന്നൊരു ഒരു ബെറ്റ് വെച്ചു. കണക്കിന് 100 മാർക്ക് വാങ്ങിയാൽ ഞാൻ 100 രൂപ തരും എന്ന് പറഞ്ഞു. 100 രൂപ അക്കാലത്ത് വലിയ സംഖ്യ തന്നെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് 100 രൂപയ്ക്ക് എൻ്റെ ഒരു മട്ടാഞ്ചേരി സുഹൃത്തിൽ നിന്ന് 1 പവൻ വാങ്ങിയിട്ടുണ്ട്. സ്വർണം, തനി സ്വർണം. അന്ന് 1 പവന് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ 100 രൂപയായിരുന്നെങ്കിൽ അതിനും ഒരു 10 വർഷം മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ അതിൻ്റെ മൂല്യം കുറേ കൂടി ഉയർന്നതായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് കണക്കിന് 100 മാർക്കും കിട്ടി. ആ 100 രൂപ ഞാൻ വാങ്ങുകയും ചെയ്തു. അത് വീട്ടിലെന്തോ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ പഠിച്ചു വന്ന ഞാൻ 8-ാം ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ, അത് ഹൈസ്കൂളിലേക്ക് കയറിയപ്പോൾ എനിക്ക് കണക്കിനോടും ശാസ്ത്ര വിഷയങ്ങളോടും ഒരു അനാഭിമുഖ്യം, അല്ലെങ്കിൽ പഠിച്ചാൽ മനസ്സിലാവാത്ത അവസ്ഥ, അതെങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഠിപ്പിച്ച അധ്യാപകനെ കുറ്റം പറയുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ. പക്ഷേ അത് സംഭവിച്ചു. ഞാൻ സ്കൂളിൽ നിന്ന് തൊട്ട് റോഡിനപ്പുറത്ത് കോളേജ്, സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ്, അവിടെ ചേരുന്നു. അവിടെയും പ്രീ യൂണിവേഴ്സിറ്റി
ചില സയൻസ് പേപ്പർ കൂടി പഠിക്കാനുണ്ട്, വിഷയങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അവിടെയും ഈ പ്രശ്നം വന്നു. കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അതേസമയം മറ്റ് വിഷയങ്ങൾ, ഇംഗ്ലീഷ്, മലയാളം, മറ്റ് ഹിസ്റ്ററി, അതൊക്കെ നന്നായി മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു അധ്യാപകർക്കും അതിനൊരു റോൾ കാണുമായിരിക്കാം. ഞാൻ സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളെ ഈ ഹിസ്റ്ററി മറ്റുമാണ് പഠിപ്പിക്കാൻ വന്നിരുന്നത് ഒരു ഓസ്റ്റിൻ എന്നു പേരുള്ള അധ്യാപകനായിരുന്നു. അദ്ദേഹം പിന്നീട് ഗവൺമെൻറ് സർവീസിൽ കയറി റിട്ടയർ ചെയ്തു. ഈ ഓസ്റ്റിൻ സാർ അന്ന് പറഞ്ഞിരുന്ന ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. കാലഗണനയ്ക്കും ആ ഓർമ്മ സഹായകമാണ്. ഒന്ന്, മെർലിൻ മൺറോ എന്ന ഹോളിവുഡ് നടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഒരു ദിവസം ഈ ഓസ്റ്റിൻ സാർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു. ഞങ്ങളുടെ സിലബസിലുള്ള കാര്യമൊന്നുമല്ലല്ലോ. ഞങ്ങൾക്കാർക്കും ഒന്ന് ഈ ഹോളിവുഡ് എന്നാൽ എന്ത്, സിനിമാ നടി എന്ന് പറഞ്ഞാൽ എന്ത്, ഒന്നും അറിയേയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ക്ലാസ് മെർലിൻ മൺറോയ്ക്ക് ഈ ഹോളിവുഡിൽ അല്ലെങ്കിൽ അമേരിക്കൻ സിനിമയിൽ, ലോക സിനിമയിലുള്ള സ്ഥാനം, അതൊക്കെ നന്നായി വിശദീകരിച്ച് തന്നത് എല്ലാം ഇപ്പോഴും വേണമെങ്കിൽ ഒരു എസ്സേ എഴുതാവുന്ന രീതിയിൽ എൻ്റെ ഓർമ്മയിലുണ്ട്. പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ടെക്സസിൽ വെടിയേറ്റ് മരിച്ച വാർത്ത, അതും ഞങ്ങളുടെ ക്ലാസ്സിൽ ആദ്യം വന്ന് പറഞ്ഞത് ഈ ഓസ്റ്റിൻ സാറാണ്. ആദ്യം വന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും തൽക്ഷണ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്ത ഒരു കാലമാണെന്ന് ഓർക്കണം. ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് 24 മണിക്കൂർ ആ സൈക്കിൾ പൂർത്തിയാക്കി അടുത്ത പ്രഭാതത്തിൽ മാത്രമാണ് പത്രത്തിൽ വിശേഷമായി നമ്മുടെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ പാഠ്യേതര വിഷയങ്ങളും ഒരു ക്ലാസ് മുറിയിൽ പഠിക്കാവുന്നതാണ് എന്ന് ഈ ഓസ്റ്റിൻ മാഷ് നമ്മളെ ബോധ്യപ്പെടുത്തി. അതുതന്നെയായിരുന്നു മഹാരാജാസ് കോളേജിലെത്തിയപ്പോൾ സാനു മാസ്റ്ററും ചെയ്തിരുന്നത്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. സാനു മാസ്റ്ററുടെ ക്ലാസ്സിൽ ഒരു ദിവസം അദ്ദേഹം പഠിപ്പിക്കുന്നത് മലയാള സാഹിത്യമാണ്. പക്ഷെ ഒരു ദിവസം അദ്ദേഹം മുഴുവൻ ഒരു ക്ലാസ് എടുത്തത് ആൽബർട്ട് ഷ്വൈറ്റ്സർ, നൊബേൽ സമ്മാനം കിട്ടിയ, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തിയാണ്. ആഫ്രിക്കയിൽ സേവനമനുഷ്ഠിച്ച ഒരു മനുഷ്യസ്നേഹി. ആൽബർട്ട് ഷ്വൈറ്റ്സറുടെ മരണം നടന്ന ദിവസം സാനു മാസ്റ്റർ വളരെ വികാരാധീനനായി ആ ഒരു ക്ലാസ് മുഴുവൻ ഷ്വൈറ്റ്സർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇബ്സൺ എന്ന നാടകകൃത്തിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ഇംഗ്ലീഷ് അധ്യാപകരല്ല, സാനു മാസ്റ്റർ എന്ന മലയാളം അധ്യാപകനാണ്. ഇബ്സൺ എന്ന് പറഞ്ഞാൽ സ്കാൻഡിനേവിയൻ നാടകകൃത്താണ്, ഷേക്സ്പിയർക്ക് സമാനനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇബ്സൻ്റെ നാടകത്തിലെ ആ കഥാപാത്രം, ആ സ്ത്രീ നോറ, ഇങ്ങനെ വീട്ടിൽ ഭർത്താവിനോട് കലഹിച്ച് ആ വലിയ വാതിൽ വലിച്ചടച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു ദൃശ്യം, അതാണ് നാടകത്തിൻ്റെ അവസാനം. അത് സാനു മാസ്റ്റർ, അദ്ദേഹം നാടകീയത അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഉണ്ടാവില്ലെങ്കിലും അദ്ദേഹം അത്ര നാടകീയമായി തന്നെ അത് അവതരിപ്പിച്ചു. അന്ന് യൂറോപ്പ് മുഴുവൻ ആ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി എന്നാണ് മാഷ് പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം മാഷിൻ്റെ 80ാം പിറന്നാൾ ഞങ്ങൾ കൊച്ചിയിൽ ആഘോഷിച്ചപ്പോൾ അന്ന് ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി എന്നോട് വന്ന്, അദ്ദേഹം ഇപ്പോൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട ജീവിതമൊന്നുമല്ല, പക്ഷെ എന്നോട് വന്ന് പറഞ്ഞു, അന്ന് മാഷ് ആരോ വാതിൽ കൊട്ടിയടച്ചൊരു കാര്യം പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും അത് ഓർമ്മിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അതാണ് അധ്യാപകരുടെ മിടുക്ക്. അവർക്ക് സിലബസും ടെക്സ്റ്റ് ബുക്കും ഒന്നൊരു വിഷയമല്ല, അതിനെല്ലാം അപ്പുറം കടന്ന് അവർ നമ്മെ പല കാര്യങ്ങളും പഠിപ്പിക്കും. ഞാൻ നോർവേയിലെ ബെർഗനിൽ, അതാണ് ഇബ്സൻ്റെ സ്ഥലം, ചെന്നപ്പോൾ ഒരു പാർക്കിൽ ഇബ്സൻ്റെ വലിയ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നു. ഞാൻ ഇബ്സന്
ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇബ്സൺ ആയിരുന്നില്ല, മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇബ്സണിനെ കുറിച്ച് ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട സാനു മാസ്റ്ററായിരുന്നു എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിന്നത്. അപ്പം അങ്ങനെയുള്ള അധ്യാപകരുടെ കീഴിൽ പഠിക്കുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. മറ്റു ചില അധ്യാപകർ നമുക്ക് ചില വിഷയങ്ങളോട് തന്നെ വിപ്രതിപത്തി ഉണ്ടാക്കുന്ന രീതിയിൽ ആയിപ്പോയിട്ടുണ്ട്. അത് അവരുടെ തെറ്റ് ആണെന്ന് ഞാൻ പറയില്ല, നമ്മുടെയും തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഈ ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നൊക്കെ ഞാൻ അകന്നു പോയത്. അക്കാലത്ത് ക്ലാസ്സിൽ ഒരു ദിവസം അധ്യാപകൻ ഒരു സ്ഥിരം ചോദ്യം ചോദിച്ചു, നിങ്ങളൊക്കെ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരാൾ ഡോക്ടർ എന്ന് പറയും, അടുത്തയാൾ എൻജിനീയർ എന്ന് പറയും, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊരു തൊഴിൽ മേഖല വികസിച്ചിരുന്നില്ല അക്കാലത്ത്. പക്ഷെ എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊരു പത്രപ്രവർത്തകൻ, ജേർണലിസ്റ്റ് ആകണം എന്ന് പറഞ്ഞു. അധ്യാപകന് അത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നില്ല. പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അതിരാവിലെ വീടുകളിൽ പത്രം വിതരണം ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ, പത്രവിതരണക്കാർ. അവരും പത്രപ്രവർത്തകരും തമ്മിലുള്ള വ്യത്യാസം എന്ന് ആ അധ്യാപകൻ, അന്നത്തെ കാലത്ത് മാത്രം ഇപ്പോഴും പലർക്കും സംശയമുണ്ട്. ഏതായാലും അങ്ങനെ ഒരു കാലമായിരുന്നു അത്. അപ്പോൾ ഞാൻ നന്നേ ചെറുപ്പത്തിലെ പത്രം വായിച്ചു തുടങ്ങി എന്ന് മാത്രമല്ല, നന്നേ ചെറുപ്പത്തിലെ പത്രപ്രവർത്തകനാകണം എന്ന് ആഗ്രഹിക്കുക കൂടി ചെയ്ത ആളാണ്. പത്രപ്രവർത്തകനാകണമെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സാധാരണ പത്രപ്രവർത്തകനല്ല. അന്ന് പത്രം വായിക്കുമ്പോൾ, അന്ന് വായിച്ചിരുന്ന പത്രം ദീപിക ആണ് എന്ന് ഞാൻ പറഞ്ഞു. പത്രം വായിക്കുമ്പോൾ ആ ഡേറ്റ് ലൈൻ കൊടുക്കുമല്ലോ, വാർത്ത എവിടെ നിന്ന് വരുന്നു, ന്യൂയോർക്ക്, വാഷിങ്ടൺ, ലണ്ടൻ, മോസ്കോ, ഇതൊക്കെയാണല്ലോ ഈ വാർത്താ കേന്ദ്രങ്ങൾ. ആ വാർത്തയ്ക്ക് അതോടൊപ്പം തന്നെ ബ്രാക്കറ്റിൽ റോയിട്ടർ എന്ന പേര് കാണുമായിരുന്നു. റോയിട്ടർ എന്നതൊരു വാർത്താ ഏജൻസിയാണ്, ആ ഏജൻസിയുടെ പേരാണ് എന്നൊന്നും അന്നറിയില്ല. അത് ഒരു വ്യക്തി, ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളിൻ്റെ പേര് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയെങ്കിൽ അത് എന്നെ സംബന്ധിച്ചൊരു അത്ഭുത മനുഷ്യൻ ആയി മാറിയത്, അദ്ദേഹം ഒരേ ദിവസം വാഷിങ്ടണിലും ന്യൂയോർക്കിലും ലണ്ടനിലും പാരീസിലും മോസ്കോയിലും എവിടെ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു ഗ്ലോബ് ട്രോട്ടർ ആണെന്നൊക്കെ മനസ്സിൽ കണ്ടു. അതുകൊണ്ടൊരു പത്രപ്രവർത്തകനാകുക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു റോയിട്ടർ ആകുക എന്നുള്ളതാണ്. റോയിട്ടർ ഒരു ഇൻ്റർനാഷണൽ വാർത്താ ഏജൻസിയാണ്. അതിൻ്റെ സ്ഥാപകൻ പോൾ ജൂലിയസ് റോയിട്ടർ ആണ്. ആ കമ്പനിയുടെ പേര് അദ്ദേഹത്തിൻ്റെ പേരിലാണ്. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഈ പത്രപ്രവർത്തനം എന്നത് ഒരു ലഹരിയായി. അതിങ്ങനെ അന്നേ അക്കാലത്തെ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയതാണ്. അതിന് അന്നും ഇന്നും ഒരു മാറ്റം വന്നിട്ടില്ല. ഇപ്പോൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ, പല അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതിന്, അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിന് ശേഷം ചിലപ്പോഴൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, ഇനി എന്താകണം എന്നാണ്, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്താകണം എന്നാണ് ആഗ്രഹം. അപ്പോഴൊക്കെ സംശയമില്ലാതെ ഞാൻ നൽകിയിരുന്ന ഉത്തരം പത്രപ്രവർത്തകൻ അല്ലെങ്കിൽ എഡിറ്റർ എന്ന് തന്നെയാണ്. അങ്ങനെ പറയുന്ന ഒരാളെ കുറേ കാലത്തിന് ശേഷം ഞാൻ കണ്ടു. അത് ഗബ്രിയേൽ ഗാർഷിയ മാർക്കസ്, നമുക്കെല്ലാം പരിചയമുള്ള ദക്ഷിണ അമേരിക്കൻ നോവലിസ്റ്റ്. അദ്ദേഹവും പറഞ്ഞു, അദ്ദേഹം നൊബേൽ സമ്മാനം കിട്ടിയ സാഹിത്യകാരനാണ്, 100 Years of Solitude. പക്ഷെ അദ്ദേഹം അടുത്ത ജന്മത്തിൽ ഒരു നോവലിസ്റ്റ് ആകണം എന്നല്ല പറഞ്ഞത്. അദ്ദേഹവും പറഞ്ഞു, അടുത്ത ജന്മത്തിലും എനിക്കൊരു പത്രപ്രവർത്തകനാകണം. ഞാൻ SSLC എഴുതിയ വർഷം അത് 1962. ഈ സംസ്ഥാനത്ത് 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി എറണാകുളം ജില്ലയിലെ ഒരു സ്കൂളിൽ ആയിരുന്നു. ഞാൻ MB ആയിരിക്കുമ്പോൾ ആ സ്കൂളിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി അന്വേഷിച്ചു. 1962
SSLCക്ക് സംസ്ഥാനത്തെ 1ാം റാങ്ക് നേടിയ ആ വിദ്യാർത്ഥി ഇപ്പോൾ എവിടെ, എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചതാണ്. പക്ഷെ അവിടെ ഒരു അധ്യാപകനും അത് പറയാൻ കഴിഞ്ഞില്ല, ഒരു രേഖയും അങ്ങനെ അവിടെ സൂക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ റാങ്ക് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. റാങ്കിനപ്പുറത്ത് ജീവിതത്തിൽ നമുക്ക് പലതും നേടാൻ കഴിയും. ആ നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അതിനതിൻ്റേതായ രീതിയിലുള്ള ചില സാഹസികതകൾ, റിസ്ക് എന്ന് പറയുന്നില്ലേ ഇംഗ്ലീഷിൽ, ആ റിസ്ക് എടുക്കേണ്ടി വരും. ജോഷി കാവി നിറത്തിലുള്ള ഒരു ജുബ്ബ, മുട്ട് കഴിഞ്ഞ് താഴേക്ക് കിടക്കുന്ന ഒരു ജുബ്ബയിട്ട വന്നിരിക്കുന്നത്. ആ ജുബ്ബ ഊരി അത് ഞാനിട്ടു. എനിക്കന്ന് സമൃദ്ധമായ തലമുടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പെരുമാറിയപ്പോൾ ഏതാണ്ട് സത്യസായി ബാബയുടെ ഒരു അപ്പിയറൻസ് വന്നു. പിന്നെ ഭസ്മം, മണി, വിളക്ക് ഒക്കെ ആയിട്ട് ഭജന ആലപിച്ചുകൊണ്ട് ഞങ്ങൾ ജസ്റ്റിസ് ഏറാടി ഇരിക്കുന്ന വേദിയിലേക്ക് ചെന്നു. ഭസ്മം വിതറി. ജഡ്ജിയുടെ നേർക്കാണ്.